ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് വലിയ നോയമ്പിന്റെ 26ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്നത്തെ വിശുദ്ധ എവങ്കേലിയം വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ജീവിപ്പിക്കുന്ന വചനം അഥവാ ദ വേർഡ് ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഈ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5ാം അധ്യായം 35 മുതൽ 43 വരെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പിതാവെന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഉദാത്തമായി ചെയ്തൊരു വ്യക്തിയാണ് യായിറോസ് എന്ന പള്ളിപ്രമാണി. തന്റെ 12 വയസ്സുള്ള ഏകജാതയായ മകളുടെ രോഗസൗഖ്യത്തിനായി യേശുവിന്റെ കാൽക്ക് വീണ് അപേക്ഷിക്കുന്നു. അയാൾ യേശുവിനെ സമീപിച്ചത് വളരെ വിനയത്തോടെയും ഹൃദയരോധനയോടെയും കൂടെയാണ്. ഒരു മരണം പഴിവാതിക്കാൻ നിൽക്കുന്ന ഭവനത്തിൽ നിന്ന് ജീവന്റെ നാഥനായ യേശുക്രിസ്തുവിനെ കാണാൻ യേശുക്രിസ്തുവിനോടൊപ്പം അയാൾ തന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ അയാളെ എതിരേറ്റത് ഒരു മരണ വാർത്തയാണ്. തന്റെ മകൾ മരിച്ചുപോയെന്ന വാർത്ത. തന്റെ മകൾക്ക് വേണ്ടി സ്നേഹത്തിന്റെ നിറകുടമായി ത്യാഗത്തിന്റെ കണ്ണിലും പേറി തന്റെ സന്നിധിയിലെത്തിയ ഈ പള്ളിപ്രമാണിയെ യേശു കർത്താവ് കൈവിട്ടില്ല. യഹൂദ കീഴ്വഴകകൾ അനുസരിച്ച് വിലാപം കഴിക്കുന്ന ഭവനത്തിൽ ഒരു സ്വസ്ഥതയും പ്രത്യാശയും ഇല്ലായിരുന്നു. ഈ ഘട്ടത്തിൽ യേശു അവനെ ചേർത്ത് നിർത്തി അവനോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നിരാശയും അന്ധകാരവും വിശ്വാസത്തിന്റെ ശോഭ കെടുത്തുവാനും ഉള്ള സാഹചര്യത്തിൽ കർത്താവ് നൽകുന്ന ആ ധൈര്യവും പ്രത്യാശയും പ്രോത്സാഹനവുമാണ് ഈ വാക്കുകളിൽ. ജീവിപ്പാൻ കഴിവുള്ളവനും മരണത്തിനുമേ അധികാരമുള്ള കർത്താവ് ശവസംസ്കാരത്തിന്റെ ഇടയാകാവുന്ന ആ ഭവനത്തെ സന്തോഷത്തിന് ഇടമാക്കി തീർക്കുന്നു. പ്രിയരെ, ദൈവത്താൽ ലഭിക്കുന്ന നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസം മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആപൽഘട്ടങ്ങളിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും വരാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളിൽ യേശുവിനെ ഇത് രൂപാന്തരപ്പെടുത്തുവാനും സന്തോഷത നൽകുവാനും സാധിക്കുമെന്ന് ഈ ഭാഗം നമുക്ക് വെളിപ്പെടുത്തുന്നു. യായിറോസിനെ പോലെ വിശ്വാസം ശോധന ചെയ്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഈ ഘട്ടത്തിൽ വിശ്വാസത്തോടെ മുട്ടുകുത്തുവാനും ദൈവത്തിൽ ആശ്രയം വെക്കാനും നമുക്ക് ഈ നോയമ്പിന്റെ കാലങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുവാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.